ഓഫ് പീപ്പിൾ ഹൂ ആർ ബ്രോക്കൺ ഹാർട്ട്. അത് വലിയൊരു സത്യമാണ്, അല്ലേ? ഇറങ്ങി ചെല്ലുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ദൈവത്തിന്റെ കൃപകളെ അനുഭവിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ അടുത്തെന്താണ്? തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദപക്ഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കേണ്ടതിനും ദുഃഖിതരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും ബ്യൂട്ടി ഫോർ ആഷസ്, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവനെന്നെ അയച്ചിരിക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗമെല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷെ ലൂക്കോസ് എടുത്തെഴുതുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, അതിനകത്ത് ഒരു കാര്യം വിട്ടുപോയത് വളരെ കൃത്യമായിട്ട് ലൂക്കോസ് ഓർപ്പിക്കുന്നുണ്ട്. ആ ഭാഗമാണ് യേശു കർത്താവിന്റെ ഈ മരുഭൂമിയിലെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മരുഭൂമിയിലെ അവന്റെ ദൈവമായിട്ടുള്ള സഹവാസത്തിൽ അവൻ സ്ട്രഗിൾ ചെയ്തൊരു വലിയൊരു വിഷയം. എന്നാന്ന് ചോദിച്ചാല്, ഈ മരുഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പാണ് യോഹന്നാൻ അവനെ സ്നാനം കഴിപ്പിക്കുന്നത്. ആ ഭാഗം കൂടെ അതോട് ചേർത്ത്, ഇത് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നൊക്കെ അറിയാമല്ലോ, 10-12 വിൻഡോസ് ഒക്കെ നമ്മൾ ഒരുപോലെ തുറന്നു വെക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിന്റെ പല വിൻഡോസ് തുറന്നു വെച്ചെങ്കിലേ നമുക്ക് ഈ കാര്യം ഗ്രഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ഒരെണ്ണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പറയുന്നു അവിടെ നിന്നായിരിക്കും. നമ്മൾ ശരിക്കും വേദപുസ്തകം പഠിക്കണം എന്ന് വേണം. വി ഹാവ് ടു ഓപ്പൺ മെനി ഓഫ് ദ വിൻഡോസ്, ഇല്ലേ? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ. ഒരു വിൻഡോ പിന്നൊരെണ്ണം തുറക്കണമെങ്കിൽ പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. സോ ഓൾ ദ ടൈം ട്രൈ ടു കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. വിൻഡോസ് ഇങ്ങനെ തുറന്നു തന്നെ ഇരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഐസയ 61 നമ്മൾ പറഞ്ഞു. ലൂക്കിലെ അവന്റെ സ്നാനത്തിന്റെ കാര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. 3-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3:15 മുതൽ നോക്കുക. യോഹന്നാൻ പറയാണ്, ഞാൻ ഐ എം നോബഡി ഇൻ കമ്പയറിംഗ് വിത്ത് ദ പേഴ്സൺ ഹു ഈസ് കമ്മിങ് ആഫ്റ്റർ മീ. എന്റെ പിന്നാലെ വരുന്നവനുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും എനിക്ക് കഴിയത്തില്ല. ഞാൻ നിങ്ങളെ എന്താ ചെയ്യുന്നുള്ളൂ? ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്. മാവിലും അഗ്നിയിലും. രണ്ട് സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം വേണം എന്നുള്ളതൊരു ചോദ്യമാണ്. മാനസാന്തര സ്നാനം പോരായോ? അല്ലേ? അവൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരത്തിനായിട്ട് വരുന്നുണ്ട്, പക്ഷെ മാനസാന്തര സ്നാനം എന്തുകൊണ്ട് പോരാ? എന്തുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം വേണം? ഇത് വായിക്കാനായിട്ട് നമ്മൾ വീണ്ടും വി വിൽ കം ബാക്ക് ടു മാത്യു ചാപ്റ്റർ 5 വേഴ്സ്. ഇവിടെ ഈ കാര്യം തന്നെ പറയുന്ന ഭാഗമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പഠിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് യെരൂശലേമ്യരും നോക്ക്, വലിയൊരു ജനക്കൂട്ടം വരിക എല്ലായിടത്തും. യെരൂശലേമ്യരും യഹൂദ്യരും, അല്ലേ? യെരൂശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. വലിയൊരു ജനക്കൂട്ടം. ഈ ജനക്കൂട്ടത്തിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് വായിക്കാൻ വീണ്ടും നമ്മൾ ലൂക്കിലേക്ക് പോയാൽ ഈ ജനക്കൂട്ടത്തെ ഒന്ന് മനസ്സിലാക്കാം. ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. അപ്പോൾ ആദ്യം വന്നു പുരുഷാരം. ഓക്കെ, പിന്നെ വായിച്ചു. അപ്പോൾ അടുത്ത ആൾക്കാരാരാണ്? ചുങ്കക്കാരും സ്നാനമേൽപ്പാന്റെ അടുത്ത് വന്നു. അടുത്തത് പടജനം. അപ്പോൾ വന്നവരോടൊക്കെ അവനൊരു ഉപദേശമുണ്ട്. അല്ലാതെ ചുമ്മാ എല്ലാവരും വന്ന് സ്നാനപ്പെടാൻ മാത്രമൊന്നുമല്ല പറയുന്നത്. വന്നവരോടെല്ലാം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളെന്താ ആവശ്യപ്പെടുന്നത്? സ്നാനപ്പെടണമെന്നല്ലാതെ വേറെ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചിട്ട് പോലും അവനെന്ത് ചെയ്യുന്നു? അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠിപ്പീരവനുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. നമുക്കതില്ല. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ പറയുന്നത് എന്താണ്? മാക്സിമം നമ്മൾ ആവശ്യപ്പെടുന്നത് ബ്രദറെ സ്നാനപ്പെടണം.
സ്നാനപ്പെട്ട് കഴിഞ്ഞാലോ സ്നാനപ്പെട്ട് നമ്മുടെ സഭയെ വരണം, ഇല്ലേ? സ്നാനപ്പെട്ട് നമ്മുടെ സഭയെ വരണം, തിരുവത്താഴത്തിൽ പങ്കെടുക്കണം, പറ്റുമെങ്കിൽ അന്യഭാഷ പറയണം. അത് മതി, പറ്റുമെങ്കിൽ മതി. അതിപ്പോൾ വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പണ്ടൊക്കെ അതൊക്കെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ അതൊന്നും ഇഷ്യൂ ഒന്നുമല്ല. കാര്യം അത് നമ്മളല്ലല്ലോ ആരും എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ. അതാരാ? കർത്താവല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സുണ്ടെങ്കിൽ നമുക്ക് തരട്ടെ, ഓക്കെ, അല്ലേ? പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, വരുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കൃത്യമായ ഉപദേശമുണ്ട്. ജനങ്ങൾ വന്ന്, പുരുഷാരം, ആദ്യം വരുന്ന പുരുഷാരമാണ്. പുരുഷാരം വന്ന് അവന്റെ അടുത്ത് ഒന്നാമത്തെ കാര്യം കൂടി ചോദിക്കുകയും ചെയ്യുന്നു, ഞങ്ങള് എന്ത് ചെയ്യണം? പുരുഷാരം അവിടെ പുരുഷാരം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവരോട് ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, 2 വസ്ത്രങ്ങൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അന്ന് അതിക്കുള്ള നാടയിലൊന്നും ഇല്ല. എന്നാലും കൊടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പഴയ നിയമത്തിൽ എന്താ ഉണ്ടായിരുന്നു? ദശാംശം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് വേറെ, അതൊക്കെ പഴയ നിയമത്തിന്റെ ഉപദേശമുണ്ട്. അതെ, പഴയ നിയമത്തിന്റെ ഉപദേശം നമുക്ക് പുതിയ ദശാംശം കൊടുക്കണമെന്നുണ്ട്. എന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്. ഗൾഫിലുള്ളവരെ കൂടി ചോദിക്കും. കാര്യം നാട്ടിൽ വെച്ച് നമുക്ക് വല്ല 10,000-15,000 ഉണ്ടായിരുന്നപ്പം 10,000-15,000 ശമ്പളം ഉണ്ടായിരുന്നപ്പോൾ 1,000 രൂപ കൊടുക്കാൻ അത്രയും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ 1,00,000 രൂപ വരെ നമുക്ക് സാലറി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നേരെ 10,000 രൂപ എടുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞ കുഞ്ഞുകളി കാര്യമാണ്, ഇല്ലേ? 1,00,000 കിട്ടുന്നത് നമുക്ക് വിഷയമല്ല. എന്നാൽ 10,000 ദൈവവിലയ്ക്ക് കൊണ്ട് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചങ്ങിനകത്തൊരു വേദന, അല്ലേ? ആശുപത്രി കൊണ്ട് കൊടുക്കാൻ ആർക്കും മടിയില്ല, സാരിക്കടയിൽ കൊടുക്കാനൊരു മടിയില്ല, ചുരിദാർ കടയിൽ കൊടുക്കാനൊരു മടിയില്ല, തിന്നാനും മടിയില്ല. എന്തിനു മാത്രമേ ഉള്ളൂ മടിയുള്ളൂ? ദൈവത്തിന് കൊടുക്കുക, ദശാംശം കൊടുക്കുക. ദശാംശം കൊടുക്കുക എന്നുള്ള പഴയ നിയമത്തിന്റെ ഉപദേശമാണ്. പുതിയ നിയമത്തിന്റെ ഉപദേശം എന്തോ? നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പോകും. 10% കൊടുക്കുന്നവനാരും ദൈവരാജ്യത്തിൽ പോകുന്നില്ല. അതിൽ കൂടുതൽ കൊടുക്കുന്നവനെ എന്നാണ് വേദോസം ഞാൻ പറഞ്ഞത്. 10% കൊണ്ട് നിർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നീതി എത്രയും പോലും ആയിട്ടില്ല. പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി പോലും ആയിട്ടില്ല. ഇനി ആ പരീക്ഷന്മാരുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ മാനസാന്തരപ്പെട്ടവരാണ്. ഏതാ? ആരുടെയാ? യോഹന്നാന്റെ കീഴിലുള്ള ആളുകൾ. അവരൊന്നുള്ള മാനസാന്തരപ്പെട്ടതാണ്. അവരെത്ര പ്രവർത്തനം കൊടുക്കുന്നറിയാമോ? 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ മാനസാന്തര സ്നാനം കഴിഞ്ഞവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? 50-50 കൊടുക്കും. മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പകുതിയെങ്കിലും കൊടുത്തേലേ പറ്റൂ. എന്നാൽ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചാൽ പിന്നെയും കുഴപ്പമാണ്. എന്നറിയാമോ? ആത്മസ്നാനം പ്രാപിച്ചവർ നമ്മൾ കാണുന്നറിയാം, അവർ ഉള്ളത് മുഴുവൻ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഇതൊക്കെ കേൾക്കാനായിരുന്നെങ്കിൽ ഇത് വരുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ഈ കൊടുപ്പൊക്കെ ഒന്നുമല്ല. കാര്യം നമ്മൾ ആത്മാവിനെ ശരിയായിട്ട് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല കൊടുക്കും. ആത്മാവിനെ ശരിയായിട്ട് പ്രാപിക്കും. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ആക്ട് ചാപ്റ്റർ 2 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് എടുക്കാം. ഇവിടെ ജനത്തോട് അവൻ പറയാണ്, നിങ്ങൾ 2 ഉള്ളവൻ എന്ത് ചെയ്യട്ടെ? 1 ഇല്ലാത്തവനെ കൊടുക്കട്ടെ. അത് തന്നെ ആത്മസ്നാനം പ്രാപിച്ചവന്റെ അവസ്ഥയല്ല, അതിനേക്കാൾ കുറഞ്ഞ ആത്മീയത ഉള്ളവന്റെ അവസ്ഥയാണ്. 2 ഉള്ളവൻ 1 ഇല്ലാത്തവൻ കൊടുക്കട്ടെ. ഭക്ഷണ സാധനമുള്ളവനും അങ്ങനെ തന്നെ. കാര്യം അന്ന് വല്ലതും കഴിക്കാനും കുടിക്കാനും ഉണ്ടെങ്കിൽ തന്നെ വലിയ കാര്യമാണ്. കഴിക്കാനും കുടിക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ളവൻ അവിടുത്തെ വലിയ ആളുകളാണ്. വളരെ പട്ടിണിയുള്ള സ്ഥലം. ഓക്കെ. ഇനി അടുത്തതായിട്ട് വന്ന ആരാണ്? ചുങ്കക്കാർ വന്നു. ചുങ്കക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്താ ചോദിച്ചു? അവർ ചോദിച്ചു, ഞങ്ങൾ എന്തോ ചെയ്യണം? ചുങ്കക്കാർ പറഞ്ഞു, എന്താണ്? നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിടിക്കരുത്. അപ്പൊ ഞാൻ ഈ ഭാഗം വായിച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തു. 1, നോർമൽ പീപ്പിൾ, ലെറ്റ് ദം ഷെയർ. അവരോടുള്ള ദൈവത്തിന്റെ ദൂന്ന് പറയുന്നതാണ് ഷെയർ ചെയ്യാനുള്ളതാണ്. 2, പ്രൊഫഷണൽ, ജോലി ചെയ്യുന്ന ആളുകൾ. ചുങ്കക്കാരുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ എന്താണ്, ദേ ആർ ടാക്സ് കളക്ടേഴ്സ് ആൻഡ് മോർ ദി ഇൻകം ദേ ഗെറ്റ് ന്യായമായിട്ട് പിടിക്കുന്നതല്ല, ഇല്ലേ? ന്യായമായിട്ട് പിടിക്കുന്നതല്ല. അവൻ എന്ത് ചെയ്യും? അവൻ കൂടുതൽ പിടിക്കും, കള്ളത്തരം പറയും, അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് ചെയ്യും. ഇതവന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ യോഹന്നാൻ പറയാണ്, if you are a professional, then certainly you have to keep professional ethics. നിന്റെ നിന്റെ ജോലിയിൽ നീ എന്ത് ചെയ്യണം? ന്യായമായത്, നീതിയായത് നീ സൂക്ഷിച്ചേ പറ്റും. ഈ ഒരു ടീച്ചിങ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് മേക്ക് മണി സംഹൗ ആൻഡ് ഗിവ് സംതിങ് മോർ ടു ഗോഡ്. ദൈവം അതങ്ങ് ക്ഷമിക്കും. നമ്മുടെ ദൈവം അങ്ങനെ ക്ഷമിക്കത്തില്ല. നമ്മൾ ന്യായമല്ലാത്ത നിലയിൽ പണം സമ്പാദിക്കാൻ ഒരു പ്രൊഫഷണലിനെ കുറിച്ചും, ഒരു ക്രിസ്ത്യൻ പ്രൊഫഷണലിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഏത് രീതിയിൽ നമുക്ക് എത്ര രൂപ ശമ്പളം കിട്ടുമോ മതിയെന്ന് വെക്ക്, അത് കുറവായിരിക്കും.
കൂടുതലായിരിക്കും, ഡസൻ മാറ്റർ. ചിലപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഡസൻ മാറ്റർ. ഞാൻ അങ്ങനെ ഇതുകൊണ്ട് ജീവിക്കുമെന്ന് ചോദിക്കണ്ട, നിന്നെ ജീവിക്കാൻ കർത്താവ് സഹായി. അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് വെക്കാം, അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് വെക്കാം. കാരണം ഇവിടെ കൃത്യമായിട്ട് പറയാണ് എന്ത്, നീ സ്നാനമേൽക്കുകയാണെങ്കിൽ പിന്നെ നാളെ കൈക്കൂലി വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് വളരെ കൃത്യമായ ഒരു ഉപദേശം. സ്നാനമേൽക്കുകയാണെങ്കിൽ നാളെ നിനക്ക് അണ്ടർഹാൻഡിലുള്ള ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റത്തില്ല, കഴിയത്തില്ല. ഇറ്റ് ഈസ് എ ടീച്ചിങ്. അതൊരു ടീച്ചിങ്. സ്നാനമേൽക്കാൻ എല്ലാവരും പറയും, പക്ഷെ ഇത് പറയത്തില്ലല്ലോ. എല്ലാവരും പറയും ബ്രദറെ സ്നാനമേൽക്കും, നീ എങ്ങനെങ്കിലും ജീവിച്ച സ്നാനമേൽക്ക്. യോഹന്നാൻ വന്നപ്പോൾ പറഞ്ഞു, ജനം വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, നീ സ്നാനമേൽക്കുന്ന കാര്യമൊന്നുമില്ല. നിന്റെ സഹോദരനോട് നിനക്ക് ഷെയർ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ there is no need to take back. ഇനി അതിൽ നിന്റെ പ്രൊഫഷനിൽ നിനക്ക് എത്തിക്സ് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ there is no need to take back. അതുകൊണ്ട് കാര്യമില്ല. You have to keep an ethics. അത് ജനത്തിന്റെ നിയമമുണ്ട്, സമൂഹത്തിന്റെ നിയമമുണ്ട്, സൊസൈറ്റിയുടെ നിയമങ്ങളുണ്ട്, രാഷ്ട്രത്തിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രൊഫഷനിൽ അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറായേ പറ്റൂ. അടുത്തതായിട്ട് വന്ന ആരാണ്? പടജനം അവന്റെ അടുത്ത് വന്നു. അന്നത്തെ ഒരു പ്രത്യേകത, റോമൻ സോൾജിയേഴ്സിന് ശമ്പളം വളരെ കുറവാണ്. വെരി ഡിഫിക്കൽട്ട് ടു ലിവ്. കാര്യം പിന്നുള്ളത് പിടിച്ചു കുറച്ചോളാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ തന്നെയാണ് റോമൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് റോമൻ ഗവൺമെന്റ് ഗീവ്സ് എ വെരി മിനിമം സാലറി. പക്ഷേ അവർക്ക് എന്താ വേണമെങ്കിലും ചെയ്യാം, ഇല്ലേ? എന്താ വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് റോമൻ സോൾജിയേഴ്സിനുള്ള ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോ അവൻ സാധനം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പോട്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വഴി നിൽക്കുന്ന ഏതൊരുത്തിനെ അവന് വിളിച്ചിട്ട് പറയാം, 1 മൈല് ഇതെടുത്തുകൊണ്ട് വരാൻ പറയാം, ചുമ്മിക്കൊണ്ട് വരാൻ പറയാം. അല്ല, എനിക്ക് വീട്ടിൽ വരെ പോകണമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഹി ഹാസ് അതോറിറ്റി ടു ആസ്ക് എനിവൺ who stands on the road and ask him to take your luggage and walk with him for one mile. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്നോട് 1 മൈൽ നടക്കാൻ ആവശ്യപ്പെട്ടാൽ നീ 2 മൈൽ നടക്കുന്നത്, 2nd മൈൽ നടക്കുന്നത്. കർത്താവ് പറഞ്ഞത്, ഒരു സോൾജർ വന്നിട്ട് എന്നോട് പറയാണ് 1 മൈൽ നടക്കാൻ. 1 മൈൽ നടന്നു കഴിഞ്ഞാൽ അവന് പറയാം, ഇതിൽ കൂടുതൽ ഗവൺമെന്റ് എന്നോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഇവൻ അവിടെ നോക്കിക്കണം, വേറെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കണം. നിന്നോട് കർത്താവ് പറയാണ്, അവനോട് പറ, ഏതോ 1 മൈൽ ആയെന്നുള്ളത് ശരിയാണെങ്കിലും ഐ എം ലിറ്റിൽ ഫ്രീ, ഇഫ് യു വാണ്ട് ഐ ക്യാൻ ഈവൻ ടേക്ക് ഇറ്റ് ആൻഡ് ഐ ക്യാൻ വാക്ക് വിത്ത് യു ഫോർ അനദർ മൈൽ എന്ന് പറയാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. നീതിക്കും ന്യായത്തിനും അപ്പുറത്ത് പ്രവർത്തിക്കുന്നതാണ് ആത്മീയത. അല്ലാതെ നീതിയും ന്യായവും പ്രവർത്തിക്കുന്ന ആത്മീയതയല്ല, അത് ലൗകികതയാണ്. നീതി ന്യായം പ്രവർത്തിക്കുന്നത് മാനുഷികതയാണ്, അല്ലെ? മാനുഷികതയാണ് നീതി ന്യായം പ്രവർത്തിക്കുന്നത്. നീതിക്കും ന്യായത്തിനും അപ്പുറത്തുള്ളതാണ് ദൈവികത. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഇവരോട് പടജനത്തോട് പറയാണ്, നിങ്ങളുടെ ശമ്പളം കുറവാണെന്നുള്ളത് എനിക്ക് അറിയാം. യോഹന്നാൻ പറയാണ്, പക്ഷേ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പി. നിങ്ങളോട് ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, എന്തോ പറഞ്ഞിരിക്കുന്നത്, ബലാത്കാരം ചെയ്തോ പിടിച്ചു കൊടുച്ചോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്തോ ചതിച്ചോ, അത് പ്രശ്നമൊന്നുമില്ല. കാര്യം റോമൻ ഗവൺമെന്റ് റോമൻ ഗവൺമെന്റ് ദൈവം എന്ന് പറയുന്നത് അവിടെ ശക്തിയാണ്, ഇറ്റ് ഇസ് പവർ, അല്ലാതെ വേറെ ഒന്നുമില്ല. ലിവാലസിന്റെ ബെൻഹറിനകത്ത് ഇറ്റ് ഐ ബിലീവ് ഇൻ പവർ. അതാണ് റോമൻ സെഞ്ചുറിയൻ പറയുന്നത്, ഐ ബിലീവ് ഇൻ പവർ. അവനല്ലാതെ വേറെ ശക്തിയിലല്ലാതെ അവന് വേറെ വിശ്വാസമൊന്നും ഇല്ല, അവന്റെ ദൈവം ശക്തിയാണ്. അതുകൊണ്ട് കയ്യുകൊള്ളവൻ കാര്യക്കാരെന്നുള്ളതാണ് റോമൻ ഗവൺമെന്റ് നിയമം, അല്ലാതെ വേറെ നിയമമൊന്നും. പക്ഷേ യോഹന്നാൻ പറയുന്നത് എന്താണ്? നിനക്ക് ശമ്പളം മതി എന്ന് വെപ്പി. അദ്ദേഹം പറയും, അവൻ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ ശമ്പളം കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഇല്ലേ? ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ഈവൻ ഐ ഫേസ് എനിക്ക് ഒരു പ്രാവശ്യം ഓരോടത്ത് ബൈബിൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കസ്റ്റംസ് ഓഫീസർ അവൻ രക്ഷിക്കപ്പെട്ടു, പയ്യന, ഒരു 35 വയസ്സുള്ളൊരു. അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന് ഹി ഡിസൈഡഡ് നോട്ട് ടു ടേക്ക് ബ്രൈബ്. പ്രശ്നം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ഓഫീസർ, അവന്റെ സീനിയർ ഓഫീസർ പറഞ്ഞു, നീ വാങ്ങിക്കാതിരിക്കുക, ഇത് മാച്ച്. പക്ഷെ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇത് ഇവന് മാത്രമൊന്നുമല്ല, ഇത് പൂൾ ചെയ്ത് എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് വെക്കുക, ഇവന് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവൻ പറഞ്ഞ് കാല് പിടിച്ചോളൂ, ഞാൻ സോറി, ഐ കാനോട്ട് ഡു ദാറ്റ്. എന്നാ വേണ്ട, നിനക്കുള്ളത് വേണ്ടെങ്കിൽ നീ വാങ്ങിക്കണ്ട. ഞങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു 9 ഡിവൈഡ് ചെയ്തോളാം, കുഴപ്പമില്ല, നീ വാങ്ങിക്കണ്ട.